മാർക്കോ നിർമ്മിച്ച ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിൽ നിന്നെത്തിയ അടുത്ത സിനിമ. ആന്റണി വർഗീസ് നായകനായ ആക്ഷൻ സിനിമയായ കാട്ടാളന് വൻ ഹൈപ്പാണ് റിലീസിന് മുൻപ് ലഭിച്ചത്. മലയാള സിനിമയുടെ വേറിട്ട മുഖമാകുമിത് എന്നുവരെ പറഞ്ഞു കേട്ടിരുന്നു. എന്നാൽ റിലീസിന് ശേഷം ചിത്രത്തിനു നേരെ സംഘടിതമായ ഡീഗ്രേഡിംഗ് നടക്കുന്നുവെന്ന ആക്ഷേപമുയരുകയാണിപ്പോൾ. പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയിൽ ഫേക്ക് റിവ്യൂസിന്റെ അതിപ്രസരമാണെന്നാണ് ആരോപണം വരുന്നത്. ഇതിനാൽ തന്നെ കാട്ടാളന് റേറ്റിംഗ് നൽകാനുള്ള സൗകര്യം ബുക്ക് മൈ ഷോയിൽ ഡിസേബിൾ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. ബുക്ക് മൈ ഷോ ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കുന്നത് അപൂർവമാണ്. സമൂഹ മാധ്യമങ്ങളിലും വിവിധ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ചിത്രത്തിനെതിരെ ഒരേ രീതിയിലുള്ള നെഗറ്റീവ് പ്രതികരണങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുവെന്ന് കേൾക്കുന്നുണ്ട്. അതേസമയം പ്രേക്ഷകരുടെ യഥാർത്ഥ അഭിപ്രായങ്ങളാണ് ഒരു സിനിമയുടെ അന്തിമ വിലയിരുത്തൽ നിർണ്ണയിക്കേണ്ടതെന്നും എല്ലാവരും തിയേറ്ററുകളിലെത്തി തന്നെ കാട്ടാളൻ കണ്ട ശേഷം സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തണമെന്നും അണിയറ പ്രവർത്തകരും അഭ്യർത്ഥിക്കുകയാണ്. അഡ്വാൻസ് ബുക്കിംഗിൽ കാട്ടാളന് മികച്ച ബുക്കിംഗ് തന്നെയായിരുന്നു ലഭിച്ചിരുന്നത്. ആഗോളതലത്തിൽ നിന്ന് ആദ്യ ദിനം കാട്ടാളൻ നേടിയത് 9 കോടിയോളമാണ്. എന്നാൽ പിന്നീട് കളക്ഷനിൽ തണുപ്പൻ പ്രതികരണമായിരുന്നു ചിത്രത്തിന് ലഭിച്ചത്. റിലീസായതു മുതലുള്ള സംഘടിതമായ ഡീഗ്രേഡിംഗ് സിനിമയുടെ മുന്നേറ്റത്തിന് വലിയ വെല്ലുവിളി തന്നെയായിട്ടുണ്ട്. നവാഗതനായ പോൾ ജോർജാണ് കാട്ടാളൻ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഓങ് ബാക്ക് സീരീസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ആക്ഷൻ ത്രില്ലറുകൾക്ക് സംഘടനമൊരുക്കിയ ലോക പ്രശസ്തനായ കെച്ച കെംഡാഗ്ഡിയുടെയും അദ്ദേഹത്തിന്റെ ടീമിന്റെയും നേതൃത്വത്തിലാണ് ആക്ഷൻ രംഗങ്ങൾ കാട്ടാളനിൽ ഒരുങ്ങിയത്. KGFന്റെ സംഗീത സംവിധായകൻ രവി ബെസ്റ്റൂർ സംഗീതമൊരുക്കുന്നു എന്നതുപോലത്തെ ഘടകങ്ങളൊക്കെ കൊണ്ട് തന്നെ ആകെ മൊത്തം ഒരു ബ്രഹ്മാണ്ഡ സിനിമ തന്നെയാകും കാട്ടാളൻ എന്ന നിലയിലാണ് അതെത്തിയത്. പിന്നീട് എന്ത് സംഭവിച്ചു? എവിടെയാണ് കാട്ടാളന് പിഴച്ചത്? നിങ്ങൾ സിനിമ കണ്ടെങ്കിൽ അഭിപ്രായം പറയൂ. കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യൂ.